മേനോൻ എന്ന ജാതി എങ്ങനെയാണ് ഉണ്ടായതെന്ന് 90 സെക്കൻഡിൽ നോക്കിയാലോ? വെൽക്കം ടു എക്സ്പ്ലെയിൻ ഇൻ 90 സെക്കൻഡ്സ്. സിനിമ, രാഷ്ട്രീയം, സംസ്കാരം, അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥകൾ 90 സെക്കൻഡിൽ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. രാജ്യത്തിന്റെ കണക്ക് നോക്കുന്നവർ, രേഖകൾ എഴുതുന്നവർ, നികുതി കാര്യങ്ങളും രഹസ്യരേഖകളും കൈകാര്യം ചെയ്തിരുന്നവർ, ഇവരെയാണ് മേനോൻ എന്ന പദവി നൽകി രാജാക്കന്മാർ ആദരിച്ചിരുന്നത്. മേനോൻ എന്ന പദവി നൽകി കഴിഞ്ഞാൽ അയാൾ ഔദ്യോഗികമായി പിന്നെ അറിയപ്പെട്ടിരുന്നത് തമ്പുരാൻ എന്നായിരുന്നു. ഇവർ കേവലം ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നില്ല, രാജാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരായിരുന്നു. ഒരാളെ മേനോനായി വാഴിക്കുമ്പോൾ അധികാരത്തിന്റെ അടയാളമായി താളിയോലയും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എഴുത്താണിയും രാജാവ് കൈമാറുന്ന പ്രത്യേക ചടങ്ങ് പോലും ഉണ്ടായി. മേൽ അവൻ എന്ന പേരാണ് പിന്നീട് മേനോനായി ചുരുങ്ങിയത് എന്നൊരു ചരിത്രവും ഉണ്ട്. കാലക്രമേണ മേനോൻ എന്ന പദവി നായർ സമുദായവുമായി ബന്ധപ്പെടാൻ തുടങ്ങി. അധികാരവും വിദ്യാഭ്യാസവും രാജാവിനോട് അടുപ്പവും ഉണ്ടായിരുന്നവർ പണം കൊടുത്തു പോലും ഈ പദവി സ്വന്തമാക്കുമായിരുന്നു. ഒരു പദവി ജാതിയായി മാറുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം എത്തിയപ്പോഴത്തേക്കും പല മേനോൻ കുടുംബങ്ങളും വിദ്യാഭ്യാസത്തിലും ഭരണത്തിലും രാഷ്ട്രീയത്തിലും മുന്നിലെത്തി. ഡൽഹി മുതൽ ലണ്ടൻ വരെ മേനോൻ എന്ന പേരെത്തി. പിന്നീട് കല, സിനിമ, രാഷ്ട്രീയം, അങ്ങനെ എല്ലാ മേഖലകളിലും മേനോന്മാർ വലിയ പ്രമുഖരായി. പ്രിവിലേജുകൾ തലമുറയായി കൈമാറപ്പെട്ടപ്പോൾ മേനോൻ എന്ന പദവി മേനോൻ എന്ന ജാതിയായി. കേരളത്തിലെ എല്ലാ ഉന്നതകുല ജാതികളുടെയും കഥ ഇത് തന്നെയാണ്. പക്ഷേ പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു ശബ്ദവും ഉയർന്നു. ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതി ചിന്തിക്കരുത്. എന്നാലും പേരുകളും ജാതിയും ഇന്നും കേരളത്തിൽ ചർച്ചയാകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ.